ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് PC മുൻ വർഷങ്ങളിൽ ചോദിച്ച സയൻസ് ഭാഗത്തു നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ആട്ടോ നോക്കുന്നത്. ഏകദേശം ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന എക്സാമുകൾക്കൊക്കെ, അതായത് LP UP വരാൻ പോവാണ്, LDC വരാൻ പോവാണ്, ഖാദി ബോർഡിൻ്റെ ഏകദേശം ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, സൂര്യനേക്കാൾ ചൂട് കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള NCRAയിലെ സംഘത്തലവൻ ആരായിരുന്നു? സൂര്യനേക്കാൾ ചൂടുകൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള NCRAയിലെ സംഘത്തലവൻ ആരായിരുന്നു? സംഘത്തലവൻ ബർണാലി ദാസ് ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ സി, ബർണാലി ദാസ് ആയിരുന്നു. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? സൂര്യനേക്കാൾ ചൂടുകൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ ആരാ കണ്ടെത്തിയത്? പൂനെ ആസ്ഥാനമായിട്ടുള്ള NCRAയിലെ സംഘത്തലവൻ ആരാന്ന് വെച്ചാൽ ആരാ? ബർണാലി ദാസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അതായത് ലായനിയാണോ, കൊളോയിഡാണോ, ഭിന്നാത്മക മിശ്രിതമാണോ, അതോ ഏകാത്മക മിശ്രിതമാണോ? എന്തിനുദാഹരണമാണ് സോഡിയം അമാൽഗം എന്ന് പറയുന്നത്? എന്താ സോഡിയം അമാൽഗം എന്ന് പറയുന്നത്? സോഡിയം അമാൽഗം ഒരു ലായനിക്ക് ഉദാഹരണമാണ് അല്ലെ, ലായനിക്ക് ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്താണ് കണ്ടെത്തുക? ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്താണ്? എന്താ വരിക? മഗ്നീഷ്യവും നൈട്രജനും ചേർന്ന് എന്താവും? മഗ്നീഷ്യം നൈട്രൈഡ് ആവും അല്ലെ, മഗ്നീഷ്യം നൈട്രൈഡ് ആകും. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? Mg2N2 ആണ്. ഓപ്ഷൻ ബി, Mg2N2 ആണ്. Mg2N2 ആയിരിക്കും കേട്ടോ. മഗ്നീഷ്യവും നൈട്രജനും ചേർന്നാൽ ഏതാ? മഗ്നീഷ്യം നൈട്രൈഡ് ആകും. അപ്പം Mg2N2 ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഏതാണ് ലൂയിസ് ആസിഡിന് ഉദാഹരണം? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലൂയിസ് ആസിഡിന് ഉദാഹരണം? ഏതാ താഴെ തന്നിരിക്കുന്നതിൽ ലൂയിസ് ആസിഡിന് ഉദാഹരണം എന്ന് പറയുന്നത്? ഏതാ? ബോറോൺ ട്രൈക്ലോറൈഡ് കേട്ടോ. ബോറോൺ ട്രൈക്ലോറൈഡ് ഓപ്ഷൻ ഡി ആണ്, ബോറോൺ ട്രൈക്ലോറൈഡ്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്? ഏതാ ഇതിന്റെ ആൻസർ? QC ഗ്രേറ്റർ ദാൻ KC ആണല്ലോ. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ഡി ആണ് വരിക. QC ഈസ് ഗ്രേറ്റർ ദാൻ KC. ഇനി ആറാമത്തെ ചോദ്യം, സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഏതാ രാസവസ്തു ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു? ഏതാ? സോഡിയം സയനൈഡ് ആണ് കേട്ടോ. സോഡിയം സയനൈഡ് ഓപ്ഷൻ ബി ആണ്, സോഡിയം സയനൈഡ്. ഇനി ഏഴാമത്തെ ചോദ്യം, ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഏതാ? ക്ലിക്ക് രസതന്ത്രമാണ്. ക്ലിക്ക് കെമിസ്ട്രി ആണ്, അല്ലെങ്കിൽ ക്ലിക്ക് രസതന്ത്രമാണ് ലിഗോ രസതന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത്? ഏതാ? പലേഡിയം ആണ്. ഓപ്ഷൻ സി, പലേഡിയം. എന്താ ചോദിച്ചത് ക്വസ്റ്റ്യൻ? ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത്? ഏതാ? പലേഡിയം ആണ്. ഒൻപതാമത്തെ ചോദ്യം, മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്?
ഏതിനെയാ? തലച്ചോറിനെ അല്ലെ, തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് ഇത് മെനിഞ്ചൈറ്റിസ്. 10ാമത്തെ ചോദ്യം, എന്താണ് ക്യൂണിക്കൾച്ചർ? ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിയെ പറയുന്ന പേരാണ് എന്ത്? ക്യൂണിക്കൾച്ചർ അല്ലെ, മുയൽ വളർത്തുന്ന രീതിയാണ് ഇത് ക്യൂണിക്കൾച്ചർ. 11, കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം ഏതാണ്? കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം ഏതാ? കോക്ലിയ അല്ലെ, ഓപ്ഷൻ ഡി കോക്ലിയ ആണ്. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം ഏതാന്ന് വെച്ചാൽ ഏതാ? കോക്ലിയ ആണ്. 12ാമത്തെ ചോദ്യം, കിങ്ഡം മൊനീറയുടെ സവിശേഷത എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ കിങ്ഡം മൊനീറയുടെ സവിശേഷത എന്താന്ന് കണ്ടെത്താം. എന്താ സവിശേഷത? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഇത് മൊനീറ അല്ലെ, മൊനീറ എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ഇത് കിങ്ഡം മൊനീറ. 13, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാ? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാ? ഗ്രിഗർ മെന്റലിനെയാ അല്ലെ, ഗ്രിഗർ ജോഹാൻ മെന്റൽ ആണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തെറ്റാണ് കണ്ടെത്തേണ്ടത്, തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാതയാണ്. ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയാണ് കോശത്തിനുള്ളിലെ ഊർജ്ജ നിർമ്മാണവും സംഭരണവും. ഓപ്ഷൻ സി ലൈസോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു. ഓപ്ഷൻ ഡി റൈബോസോം മാംസ്യ നിർമ്മാണ കേന്ദ്രം. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതൊന്ന് ജോഡി തെറ്റാണ്, അത് ഏതാന്ന് കണ്ടെത്താം. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ. ഒരു ലൈസോസോം എന്തല്ല, കോശ വിഭജനത്തിന് സഹായിക്കുന്നതല്ല അല്ലെ. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയ ഒരു ജന്തുകോശത്തിലെ കോശാംഗമാണ് ഇത് ലൈസോസോം എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എ ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആരാണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആരായിരുന്നു? സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് കേട്ടോ. സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ഓപ്ഷൻ ബി സ്റ്റീഫൻ ഹോക്കിംഗ്. എന്താ പുസ്തകം? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എ ടൈം എന്നാണ്. 16ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഏതാ? ഗഗൻയാൻ ആണല്ലേ, ഗഗൻയാൻ. 17, ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് വാതക കാണപ്പെടുന്നത്? നൈട്രജൻ ആണ്. ഓപ്ഷൻ ഡി നൈട്രജൻ ആണ്. 18, മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഏതാ? ഇടത് വെൻട്രിക്കിളിനാണ് കേട്ടോ. ഇടത് വെൻട്രിക്കിളിനാണ്. ഓപ്ഷൻ ബി ഇടത് വെൻട്രിക്കിളാണ്. 19ാമത്തെ ചോദ്യം, ജീവകം B3 ആണ്. ജീവകം B3യുടെ രാസനാമം എന്താണ്? ജീവകം B3യുടെ രാസനാമം എന്താ? ജീവകം B3യുടെ രാസനാമം ഓപ്ഷൻ സി നിയാസിൻ ആണല്ലേ. നിയാസിൻ ആണ് ജീവകം B3യുടെ രാസനാമം. പാൻറ്റോത്തനിക് ആസിഡ് എന്താ? B5 ആണല്ലേ. B5 ആണ് പാൻറ്റോത്തനിക് ആസിഡ്. പിരിഡോക്സിൻ B6 പിരിഡോക്സിൻ B3 നിയാസിൻ പാൻറ്റോത്തനിക് ആസിഡ് B5. ഇനി 20ാമത്തെ ചോദ്യം, പ്രമേഹത്തിന് ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത്? പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത്? ഏതാ? ടൈപ്പ് 2 പ്രമേഹമാണ് അല്ലെ. ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗവുമായിട്ട് കണക്കാക്കുന്നത്. ടൈപ്പ് 1 ആണെങ്കിൽ അത് ജനിതകമായിട്ട് വരുന്നതാണ്. അപ്പോൾ പ്രമേഹം 2 ടൈപ്പ്, ഒന്ന് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 ആണെങ്കിൽ ജനിതകം, ടൈപ്പ് 2 ആണെങ്കിലോ അത് ജീവിതശൈലി പ്രമേഹമാണ്. 21, ഫംഗസ് മുഖേന മനുഷ്യരുണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഫംഗസ് മുഖേന മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാ? റിംഗ് വേം അല്ലെ, വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന റിംഗ് വേം എങ്ങനെയുണ്ടെന്നത് ഫംഗസ് മുഖേനയാണ്. 22, മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാ? മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാ? വൺ ഹെൽത്ത് ആണ് കേട്ടോ. വൺ ഹെൽത്ത്. ഓപ്ഷൻ എ വൺ ഹെൽത്ത്. 23, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്?
എത്രയാ? 0 ആയിരിക്കും അല്ലെ. ഓപ്ഷൻ എ 0 ആണ്. 24 വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാ? ഗോലൂസാക്ക് ആണല്ലോ. ഓപ്ഷൻ ഡി ഗോലൂസാക്ക് നിയമമാണ്. ഗോലൂസാക്ക് നിയമം. 25ാമത്തെ ചോദ്യം 3D1 4s1 എന്ന ബാഹിതമായ ഇലക്ട്രോൺ വിന്യാസമുള്ള ഒരു മൂലകം ഏത് ബ്ലോക്കിലായിരിക്കും ഉൾപ്പെടുന്നത്? 3D1 4s1 എന്ന ബാഹിതമായ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ബ്ലോക്കിലായിരിക്കും ഉൾപ്പെടുന്നത്? ഏതാ? ഡി ബ്ലോക്കിലാണ് അല്ലെ. ഡി ബ്ലോക്കിലായിരിക്കും. 26 മനുഷ്യ ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യ ഉമിനീരിന്റെ pH മൂല്യം എത്രയാ? 6.4 ആണ് കേട്ടോ. മനുഷ്യ ഉമിനീരിന്റെ pH മൂല്യം എത്രയാ? 6.4 ആണ്. 27ാമത്തെ ചോദ്യം ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? 1 കരളിൽ കൊഴുപ്പടിയുന്നത്, 2 ഹൃദയാഘാതം, 3 മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്, 4 അൽഷിമേഴ്സ് രോഗം മൂർച്ഛിക്കുന്നത് കൊണ്ട്. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ പക്ഷാഘാതം ഉണ്ടാകാൻ കാരണം? എന്താ പക്ഷാഘാതം ഉണ്ടാകാൻ കാരണം? മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ജീവിതശൈലി രോഗമായ പക്ഷാഘാതം ഉണ്ടാകാൻ കാരണം എന്താ? മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം എന്ത് ചെയ്യുന്നതാ? തടസ്സപ്പെടുന്നതാണ്. 28 താഴെ പറയുന്നവരിൽ വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത ഏതാന്ന് കണ്ടെത്തുക. വൈറസുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. 1 കോശത്തിന് വെളിയിൽ നിർജീവമാണ്. ഓപ്ഷൻ ബി DNA-യും പ്രോട്ടീനും കവചവുമുണ്ട്. ഓപ്ഷൻ സി മനുഷ്യരിൽ മാത്രം രോഗമുണ്ടാക്കുന്നു. ഓപ്ഷൻ ഡി ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു. അപ്പൊ ഈ നാല് ഓപ്ഷനിൽ ഒന്നെന്തല്ല? വൈറസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതേതാന്ന് കണ്ടുപിടിക്കുക. ഏതാ വൈറസുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി ആണല്ലേ. മനുഷ്യരിൽ മാത്രം രോഗമുണ്ടാക്കുന്നു എന്നുള്ള എന്തല്ല ശരിയായ പ്രസ്താവനയിൽ അത് തെറ്റാണ് അല്ലേ. അപ്പൊ ശരിയായത്, അതായത് വൈറസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായതെന്ന് നോക്കിയാലോ, 1 കോശത്തിന് വെളിയിൽ നിർജീവമാണ് അല്ലെ. ഏതെങ്കിലും ഒരു ജീവനുള്ള വസ്തുവിൽ പ്രവേശിച്ചാൽ മാത്രമേ എന്തുള്ളൂ? വൈറസും ജീവിക്കുന്നുള്ളൂ. അപ്പോൾ കോശത്തിന് വെളിയിൽ എന്ത് തന്നെയാണ്? നിർജീവമാണ്. DNA-യും പ്രോട്ടീനും എന്തുണ്ട്? പ്രോട്ടീൻ കവചവുമുണ്ട്. അതുപോലെ ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അത് പെരുകുകയും ചെയ്യുന്നുണ്ട്. 29ാമത്തെ ചോദ്യം അടുത്തിടെ ചൈനയിൽ ജീൻ എഡിറ്റിംഗിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ഡാഷ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ചൈനയിൽ ജീൻ എഡിറ്റിംഗിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ഡാഷ് രോഗത്തെ, കോവിഡ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ക്ഷയമുണ്ട്, എയ്ഡ്സ് ഉണ്ട്, ഇതിൽ ഏത് രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഏതാ? എയ്ഡ്സ് ആണ് കേട്ടോ. എയ്ഡ്സ് ആണ്. ഓപ്ഷൻ ഡി എയ്ഡ്സ് ആണ്. 30ാമത്തെ ചോദ്യം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ചിട്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഏതാ? ന്യൂട്രോഫിലും മോണോസൈറ്റും അല്ലേ വരിക? ഓപ്ഷൻ സി ആണ്, ന്യൂട്രോഫിലും മോണോസൈറ്റും. 31ാമത്തെ ചോദ്യം വിത്തുകോശങ്ങൾ എന്നാൽ, അതായത് സ്റ്റെം സെൽസ് എന്നാൽ 1 രക്താർബുദമുള്ളവരിൽ കാണുന്നവ, 2 സ്ത്രീകളിൽ മാത്രം കാണുന്നവ, 3 ശരീരത്തിലെ ഏത് കോശമായി മാറാൻ കഴിവുള്ളവ, 4 സസ്യങ്ങളുടെ വിത്തുകളിൽ കാണുന്നവ. ഇതിൽ വിത്തുകോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ വിത്തുകോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രക്താർബുദമുള്ളവരിൽ കാണുന്നവ തെറ്റാണ് അല്ലെ. രക്താർബുദമുള്ളിൽ കാണുന്ന സ്ത്രീകളിൽ മാത്രം കാണുന്നവ തെറ്റാണ്. ശരീരത്തിൽ ഏത് കോശമായും മാറാൻ കഴിവുള്ളവ ശരിയാണ്. സസ്യങ്ങളുടെ വിത്തുകളിൽ കാണുന്നതും തെറ്റാണ് കേട്ടോ. അപ്പോൾ ഏത് ശരിയുള്ളൂ? വിത്തുകോശങ്ങൾ എന്നാൽ ശരീരത്തിനുള്ളിലെ ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള കോശമാണ് ഏത്? വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയായതാണ്. 1 ചില പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. 2 ആന്റിബോഡികളെ ഇമ്മ്യൂണോഗ്ലോബിനുകൾ എന്ന് വിളിക്കുന്നു. 3 വാക്സിനുകൾക്കെതിരെ ശരീരം ആന്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. 4 സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഔഷധങ്ങളാണ് ആന്റിബോഡികൾ. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവന, 4 പ്രസ്താവന വായിച്ചു നമ്മൾ. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം.
ഏതൊക്കെയാ ശരിയായ പ്രസ്താവന? ചില പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. ശരിയാണ്. ആന്റിബോഡികളെ ഇമ്മ്യൂണോഗ്ലോബിനുകൾ എന്ന് വിളിക്കുന്നുണ്ട്. ശരിയാണ്. വാക്സിനുകൾക്കെതിരെ ശരീരം ആന്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. ചില സൂക്ഷ്മജീവികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഔഷധങ്ങളാണ് ആന്റിബോഡികൾ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ശരിയുള്ളൂ? 1, 2, 3 എന്തുള്ളൂ ശരിയായ പ്രസ്താവനകളുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 1, 2, 3. ഇനി 33, ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം ഓപ്ഷൻ എ കൂടുന്നു, ഓപ്ഷൻ ബി 0ആണ്, ഓപ്ഷൻ സി വ്യത്യാസപ്പെടുന്നില്ല, ഓപ്ഷൻ ഡി കുറയുന്നു. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? കുറയുകയാണ് ചെയ്യുക കേട്ടോ. കുറയുകയാണ് ചെയ്യുക. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുകയാണ് ചെയ്യുക. 34, ആവിയന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാം? ആവിയന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാം? ആരാ? ജെയിംസ് വാട്ടാണ്. ഓപ്ഷൻ ബി ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത്. 35, ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം ഓപ്ഷൻ എ കുറയുന്നു, ഓപ്ഷൻ ബി മാറ്റം വരുന്നില്ല, ഓപ്ഷൻ സി കൂടുന്നു, ഓപ്ഷൻ ഡി പ്രവചിക്കാൻ കഴിയില്ല. എന്താ ചെയ്യുക? കുറയുകയാണല്ലേ ചെയ്യുക. കുറയുകയാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുക. 36, ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനുമാണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനുമാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്. 37, സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാ? സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. എല്ലാവർക്കും അറിയായിരിക്കും, വ്യാഴമാണ്. 38, ശീമക്കൊന്നയുടെ ജന്മദേശം എവിടെയാണ്? ശീമക്കൊന്നയുടെ ജന്മദേശം. ഇതൊക്കെ PSC ചോദിച്ചതാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും വെറുതെ ഇട്ടിട്ടില്ല. എല്ലാം PYQ തന്നെയാണ് കേട്ടോ. ശീമക്കൊന്നയുടെ ജന്മദേശം എവിടെയാ? മെക്സിക്കോയാണ് കേട്ടോ. മെക്സിക്കോയാണ്. ശീമക്കൊന്നയുടെ ജന്മദേശം എവിടെയാ? മെക്സിക്കോയാണ്. 39, ദേശീയ കർഷക ദിനമായിട്ട് അതായത് ഡിസംബർ 23 ആരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ കർഷക ദിനം ആരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാ? ചൗധരി ചരൺ സിംഗ് ആണ്. ഓപ്ഷൻ ബി ചരൺ സിംഗിന്റെ ബർത്ത്ഡേ ആണെന്ന് ഡിസംബർ 23. അന്ന് നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 40ാമത്തെ ചോദ്യം, ആഹാരത്തിലെ ഊർജത്തിന്റെ അളവ് ഡാഷ് എന്ന പേരിലാണ് പറയുന്നത്? ആഹാരത്തിലെ ഊർജത്തിന്റെ അളവ് ഡാഷ് എന്ന പേരിലാണ് പറയുന്നത്. എന്ത് പേരില? കലോറിയാണ് അല്ലെ. കലോറി എന്ന പേരിലാണ്. ആഹാരത്തിലെ ഊർജത്തിന്റെ അളവ് കലോറി എന്ന പേരിലാണ് പറയുന്നത്. 41, പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാ? കേസിൻ ആണല്ലേ. കേസിൻ ആണ്. 42, ആവിയന്ത്രം കണ്ടുപിടിച്ചതാരാണ്? ആവിയന്ത്രം കണ്ടുപിടിച്ചത് റിപ്പീറ്റേഷൻ ഉണ്ടാവും കേട്ടോ. കാരണം PSC എത്രമാത്രം റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മളിലും റിപ്പീറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് റിപ്പീറ്റ് ഉള്ളത് നമ്മളിലും റിപ്പീറ്റ് ഉണ്ടാവും. ആരായിരുന്നു ആവിയന്ത്രം കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്ടാണ് അല്ലേ. 43, വാഹനത്തിൽ നിന്ന് നിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന മലിനീകരണ വസ്തു ഏതാണ്? വാഹനത്തിൽ നിന്നും നിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന മലിനീകരണ വസ്തു ഏതാണ്? ഏതാ? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ. കാർബൺ മോണോക്സൈഡ്. 44ാമത്തെ ചോദ്യം, CNG എന്നാൽ എന്താണ്? CNGയുടെ എക്സ്പാൻഷൻ എന്താണ്? CNG എന്താ? CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് കേട്ടോ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. 45, വായു മലിനീകരണം കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് ഓപ്ഷൻ എ മനുഷ്യനെയാണ്, ഓപ്ഷൻ സി മൃഗങ്ങളെ, ഓപ്ഷൻ ഡി പ്രകൃതിയെ, ഓപ്ഷൻ ബി ഇവയെല്ലാം. വായു മലിനീകരണം കൂടുതലും ദോഷകരമായിട്ട് ബാധിക്കുന്നത് ആരെയാ? ഇവയെല്ലാമാണ് കേട്ടോ. ഇവയെല്ലാം. 46, കൂടുതൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന ഇന്ധനം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന ഇന്ധനം ഏതാ? ഓപ്ഷൻ സി കൽക്കരിയാണ് കേട്ടോ. കൂടുതൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന ഇന്ധനം ഏതാ? കൽക്കരിയാണ്. 47, മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം ഏതാ? ചെമ്പാണ് കേട്ടോ. ചെമ്പ്. ഓപ്ഷൻ ഡി ചെമ്പാണ്. 48, താഴെ പറയുന്നവയിൽ ഒരു സ്വപോഷി ഏതാണ്? താഴെ പറയുന്നവയിൽ ഒരു സ്വപേശി ഏതാണ്? ഏതാ? സ്പൈറോഗൈറയാണ് കേട്ടോ. ഓപ്ഷൻ എ സ്പൈറോഗൈറ. 49, പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? പ്രകാശവർഷം എന്തിൻ്റെ ഏകകം?
എന്തിൻ്റെയാ? ദൂരമാണ് അല്ലെ. ഓപ്ഷന് ദൂരമാണ്. പ്രകാശവർഷം എന്തിൻ്റെയൊക്കെ? ദൂരമാണ്. 50-ാമത്തെ ചോദ്യം, പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാ? കടൽ കുതിരയാണ് അല്ലെ. കടൽ കുതിര. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിരയാണ്. 51, മനുഷ്യ ശരീരത്തിലെ എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകം ഏതാണ്? മനുഷ്യന്റെ ശരീരത്തിലെ എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകം ഏതാ? കാൽസ്യമാണ് അല്ലെ. കാൽസ്യമാണ്. 52, കർഷകരുടെ മിത്രമായ മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? കർഷകരുടെ മിത്രമായ മണ്ണിരയുടെ ശ്വസനാവയവം ഏതാ? ത്വക്കാണ് അല്ലെ. ഓപ്ഷന് ത്വക്ക്. 53, നമ്മുടെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നമ്മുടെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഏതാ? വൈറ്റമിൻ കെ ആണ് കേട്ടോ. വൈറ്റമിൻ കെ ആണ്. 54, ട്രക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ട്രക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ഏതാ? കണ്ണാണ് അല്ലെ. കണ്ണാണ്. ഓപ്ഷൻ ബി കണ്ണ്. 55-ാമത്തെ ചോദ്യം, മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരു ജീവി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരു ജീവി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാ? മത്സ്യമാണ്. ഓപ്ഷൻ സി മത്സ്യം. 55, വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം കേരളത്തിലെ കാടുകളിൽ സമൃദ്ധമായി വളരുന്നു. ഏതാണ് ഈ കാട്ടുരാജാവ്? വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം കേരളത്തിലെ കാടുകളിൽ സമൃദ്ധമായി വളരുന്നുണ്ട്. ഏതാണ് ഈ കാട്ടുരാജാവ്? ഏതാ? തേക്കാണ് കേട്ടോ. ഓപ്ഷൻ ബി തേക്കാണ്. 57, ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? സിട്രിക് ആസിഡ് ആണ് അല്ലെ. സിട്രിക് ആസിഡ്. 58-ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാ? നൈട്രജൻ ആണ്. ഓപ്ഷൻ ഡി നൈട്രജൻ. 59-ാമത്തെ ചോദ്യം, ഭൂചലനം അളക്കുന്നതിനുള്ള ഉപകരണത്തിന്റെ പേരെന്താണ്? ഭൂചലനം അളക്കുന്നതിനുള്ള ഉപകരണത്തിന്റെ പേര് എന്താണ്? എന്താ? സീസ്മോമീറ്റർ അല്ലെ. സീസ്മോമീറ്റർ ആണ്. 60, എൻജിൻ എന്നാൽ ഓപ്ഷൻ എ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഓപ്ഷൻ ബി വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഓപ്ഷൻ സി യാന്ത്രികോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഓപ്ഷൻ ഡി താപോർജ്ജത്തെ യാന്ത്രികോർജ്ജം മാറ്റി മാറ്റുന്ന യന്ത്ര സംവിധാനം. ഇതിൽ എൻജിൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനമാണ് എൻജിൻ എന്ന് പറയുന്നത്. പി എസ് സിയുടെ ആൻസർ ആണ് ഇത് കേട്ടോ. താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനം. ഇനി 61-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഏതാ? ഹൈഡ്രോമീറ്റർ അല്ലേ. കൂട്ടത്തിൽപ്പെടാത്തതായിരിക്കും ഹൈഡ്രോമീറ്റർ ആണ്. കാരണം എന്താ? ബാക്കിയൊക്കെ വാഹനവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 62, 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്ററാണ്? 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1 മീറ്റർ ആണല്ലേ. 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ് 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാണ്? 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്ററാണ്? 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? 2.54 സെന്റിമീറ്റർ കേട്ടോ. 2.54 സെന്റിമീറ്റർ. 2.54 സെന്റിമീറ്റർ ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. 64, നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാ? നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാ? ക്ലോറിൻ ആണ് കേട്ടോ. ക്ലോറിൻ ആണ്. 65, പരിണാമപരമായി മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ജീവി ഏതാണ്? പരിണാമപരമായിട്ട് മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ജീവി ഏതാ? ചിമ്പാൻസിയാണ്. ഓപ്ഷൻ എ ചിമ്പാൻസി. 66, രാത്രികാലങ്ങളിൽ ചൂട് 0 ഡിഗ്രി സെൽഷ്യസിലും താഴുമ്പോൾ തണുത്ത പ്രതലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതാണ് ഡാഷ്. രാത്രികാലങ്ങളിൽ
ചൂട് 0 ഡിഗ്രി സെൽഷ്യസിലും താഴുമ്പോൾ തണുത്ത പ്രതലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതാണ് ഡാഷ്. എന്താ? തുഷാരമാണ്. ഓപ്ഷൻ സി തുഷാരം. 67 മീൻപിടുത്തം, ഉപ്പുകുറുക്കല്, മുത്തുവാരൽ എന്നിവ തൊഴിലായിട്ട് സ്വീകരിച്ച പ്രാചീന തമിഴകത്തിലെ തിണ ഏതാണ്? മീൻപിടുത്തം, ഉപ്പുകുറുക്കല്, മുത്തുവാരല് എന്നിവ തൊഴിലായിട്ട് സ്വീകരിച്ച പ്രാചീന തമിഴകത്തിലെ തിണ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മളെ ഡിഗ്രി പ്രിലിംസിന്റെ 2ാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാ? നെയ്തലാണ് അല്ലെ, നെയ്തലാണ്. ഓപ്ഷൻ ബി നെയ്തലാണ്. 68 ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാ? H2SO4 അല്ലെ, സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 ആണ് ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഉപയോഗിക്കുന്ന ആസിഡ്. 69 ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ഏതാ? അഗ്നി 5 ആണ് കേട്ടോ, അഗ്നി 5. ഇനി 70ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇന്ധനങ്ങളിൽ ഏത് ഉപയോഗിക്കുമ്പോഴാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്? താഴെ പറയുന്ന ഇന്ധനങ്ങളിൽ ഏത് ഉപയോഗിക്കുമ്പോഴാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്? ഏതാ? CNG ആണ് കേട്ടോ, ഓപ്ഷൻ ബി CNG. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ മാറ്റുന്നേ ഉള്ളൂ, ഇതിന്റെ ബാക്കി തന്നെയാണ്. ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? ഏതിൻ്റെതാ? സൾഫർ ആണ്. ഓപ്ഷൻ ഡി സൾഫർ ആണ്. 2 മനുഷ്യ ശരീരത്തിലെ ജൈവ മൂലകങ്ങളെ അവയുടെ അളവിന്റെ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായ ക്രമം ഏതായിരിക്കും? മനുഷ്യ ശരീരത്തിലെ ജൈവ മൂലകങ്ങൾ അവയുടെ അളവിന്റെ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായ ജോഡി ഏതായിരിക്കുന്നു? ഏതാ ഇതിന്റെ ആൻസർ? ഓപ്ഷൻ സി അല്ലേ വരും അല്ലേ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ്. ഇനി 3ാമത്തെ ചോദ്യം, ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുത രോധിയായിട്ടും അവരോധിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാ? ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുത രോധിയായിട്ടും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാ? ഏതാ? ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഓപ്ഷൻ ബി ജാൻ ടെല്ലർ മെറ്റൽ. 4ാമത്തെ ചോദ്യം, 2ാം വർഗ ഉത്തോലകം എന്നാൽ ഡാഷ് ആണ്? 2ാം വർഗ ഉത്തോലകം എന്നാൽ എന്താണ്? എന്താ 2ാം വർഗ ഉത്തോലകം? ധാരത്തിനും യജ്ഞത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകമാണ് ഇത്, 2ാം വർഗ ഉത്തോലകം. ഇനി 5ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ്? ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താ? പ്ലവക്ഷമ ബലമാണ് അല്ലെ, പ്ലവക്ഷമ ബലമാണ്. 6ാമത്തെ ചോദ്യം, ധാന്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായിട്ടുള്ള ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ധാന്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ് കേട്ടോ, ചെറുകുടലിൽ വെച്ചാണ്. 7 ആഹാരത്തിലൂടെ ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആഹാരത്തിലൂടെ ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ്? ഏതാ? വൈറ്റമിൻ ഡി ആണ് കേട്ടോ. ആഹാരത്തിലൂടെ ലഭിക്കാത്ത വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി ആണ്. 8ാമത്തെ ചോദ്യം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? 1 ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, 2 നിപ്പ, 3 എബോള, 4 സ്കീസോഫ്രീനിയ, 5 ഏവിയൻ ഫ്ലൂ. ഇവയിൽ ഏതൊക്കെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ? ഏതൊക്കെയാ? 1 ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഉണ്ട്, നിപ്പയുണ്ട്, എബോളയുണ്ട്, അതുപോലെ ഏവിയൻ ഫ്ലൂ ഉണ്ട് കേട്ടോ. 4 ഒഴിച്ച് ബാക്കിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഏതൊക്കെ? 1, 2, 3, 5. ഓപ്ഷൻ ബി ആട്ടോ ആൻസർ വരിക. ഇനി 9ാമത്തെ ചോദ്യം, പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് എന്താണ്? പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് എന്താ? സാർക്കോമിയർ ആണ് കേട്ടോ, സാർക്കോമിയർ. ഓപ്ഷൻ ബി സാർക്കോമിയർ. 10ാമത്തെ ചോദ്യം, തക്കാളിയുടെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ തക്കാളിയുടെ സങ്കര ഇനം അല്ലാത്തത് ഏതാ? അപർണയാണ് കേട്ടോ. ഓപ്ഷൻ ഡി അപർണയാണ്. അപ്പോൾ അനഘ, അക്ഷയ, മുക്തിയൊക്കെ എന്താണ്? തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ്. 11 ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്താണ്? ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്താ? സൂര്യനാണ് അല്ലെ, സൂര്യനാണ്. 12ാമത്തെ ചോദ്യം, ചുവടെ നൽകിയതിൽ ഏക അറ്റോമിക തന്മാത്രക്ക് ഉദാഹരണം ഏതാന്ന് കണ്ടെത്താം. താഴെ തന്നിരിക്കുന്നതിൽ ഏക അറ്റോമിക തന്മാത്രക്ക് ഉദാഹരണം ഹീലിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്.
ഏതാ? ഹീലിയം അല്ലെ, ഹീലിയമാണ് വരുന്നത്. 13 എൽ പി ജിയുടെ മുഖ്യ ഘടകം ഏതായിരിക്കും? എൽ പി ജിയുടെ മുഖ്യ ഘടകം എന്താ? ബ്യൂട്ടെയിൻ ആണ്. ഓപ്ഷൻ എ ബ്യൂട്ടെയിൻ ആണ്. 14 ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? ഡെസിബൽ ആണ് അല്ലെ, ഓപ്ഷൻ സി ഡെസിബൽ ആണ്. 15 കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിന് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏതിൻ്റെ? സിങ്ക് ആണ് അല്ലെ, ഓപ്ഷൻ എ സിങ്കിന്റെ അയിരാണ് ഏത്? കലാമിന്. 16 സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിന് ഏതാ? വൈറ്റമിൻ ഡി ആണ് അല്ലെ, വൈറ്റമിൻ ഡി ആണ്. ഇനി 17ാമത്തെ ചോദ്യം, COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? COVID-19 കാരണം എന്താ? COVID-19 വൈറസ് ആണ് അല്ലെ, COVID-19 വൈറസ് ആണ്. 18ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ഏതാ? ചെറുകുടലാണ്. ഓപ്ഷൻ ഡി ചെറുകുടല്. 19ാം ചോദ്യം, ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ജൂൾ ആണ്. ഓപ്ഷൻ ഡി ജൂൾ ആണ്. 20 ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാ? ത്വരണമാണ്. ഓപ്ഷൻ സി ത്വരണമാണ്. 21 കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ എന്താണ്? കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ എന്താ? സംവഹനം അല്ലെ, ഓപ്ഷൻ എ സംവഹനം. 22 മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് എന്താണ്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ഹൈഡ്രോപോണിക്സ് ആണല്ലോ, ഓപ്ഷൻ ബി ഹൈഡ്രോപോണിക്സ്. 23 അലൂമിനിയത്തിന്റെ അയിര്. താഴെ തന്നിരിക്കുന്നതിൽ അലൂമിനിയത്തിന്റെ അയിര് ഏതാന്ന് കണ്ടെത്താം. ഏതാ? ബോക്സൈറ്റ് ആണ്. ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. 24 കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താ? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താ? മഞ്ഞയാണ്. ഓപ്ഷൻ ബി മഞ്ഞയാണ്. 25 മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മാസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: 1 പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. 2 പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. 3 ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. 4 ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇതിൽ മാസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ അപ്പോൾ ഏതൊക്കെയായിരിക്കും ശരിയായ പ്രസ്താവനകൾ? 1 പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. ശരിയാണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റാ? ഭാരത്തിന്റെ യൂണിറ്റ് അല്ലേ? ന്യൂട്ടൺ അല്ലേ? ഭാരത്തിന്റെ യൂണിറ്റ് ആണ് ഇത് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3 എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരിക. 26 വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഏതാ? കോൺവെക്സ് ദർപ്പണമാണ് അല്ലെ, കോൺവെക്സ് ദർപ്പണമാണ്. 27 ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് ഡാഷ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് ഡാഷ്. എന്താ? സ്ഥാനാന്തരമാണ് അല്ലെ, സ്ഥാനാന്തരം. 28 ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് കേട്ടോ, ജൂൾ ആണ്. 29ാമത്തെ ചോദ്യം, വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വികിരണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ: 1 തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. 2 തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. 3 മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇതിൽ വികിരണവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാ ശരിയെന്നുള്ളത്? ഏതാ ഇതില് ശരിയായ പ്രസ്താവന? ഏത് ശരിയായ പ്രസ്താവനയുള്ളൂ? ഓപ്ഷൻ
ഡി ആണ്. പ്രസ്താവന 3 മാത്രമേ എന്തുള്ളൂ ശരിയായ പ്രസ്താവനയുള്ളൂ അല്ലെ. മാധ്യമത്തിന്റെ സഹായമില്ലാതെയാണ് ഇത് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് വികിരണം എന്ന് പറയുന്നത്. 30ാമത്തെ ചോദ്യം, അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാ? തെർമോമീറ്റർ ആണ് അല്ലെ. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. 31, കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഡാഷ്. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതി അറിയപ്പെടുന്നത് എന്താ? ഹരിതഗൃഹ കൃഷിയാണ് അല്ലെ. ഹരിതഗൃഹ കൃഷിയാണ്. 32ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഏതാണ്? ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? ടാർട്രസിൻ ആണല്ലോ. ഓപ്ഷൻ സി ടാർട്രസിന്. 33, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരിക്കാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്തിട്ടാണ് പെരിക്കാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഏതിനെയാ? ഹൃദയത്തെയാണല്ലേ. ഓപ്ഷൻ സി ഹൃദയത്തെ ആവരണം ചെയ്താണ് ഇത് പെരിക്കാർഡിയം. 34, അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ചിക്കൻ ബോക്സ് ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, കുഷ്ഠമുണ്ട്, ക്ഷയമുണ്ട്. ഏതാ? കുഷ്ഠമാണല്ലേ. കുഷ്ഠമാണ്. ഓപ്ഷൻ സി കുഷ്ഠമാണ്. 35, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം എന്താണ്? ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാ? നിശാന്തതയാണ്. ഓപ്ഷൻ എ നിശാന്തത. 36ാമത്തെ ചോദ്യം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏതാ? ഓക്സിജൻ ആണ്. ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. 37, നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ്? നെൽച്ചെടിയിലെ പരാഗണകാരി ആരാ? കാറ്റാണ് അല്ലെ. കാറ്റാണ്. 38, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഇതിൽ ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH താഴെ തന്നിട്ടുണ്ട്. അതിൽ ഏത് മണ്ണിലായിരിക്കും നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്? ഏതിനായിരിക്കും അസിഡിറ്റി ഉള്ളത്? ഓപ്ഷൻ ബി അല്ലേ. 3 pH 3 എന്നായിരിക്കും അസിഡിറ്റി കൂടുതൽ അല്ലേ. അപ്പോൾ അതിലെന്ത് ചെയ്യണം? നമ്മൾ കുമ്മായം ചേർക്കണം. 39, ആധുനിക പീരിയോഡിക് ടേബിൾ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഏതിലാ? ഗ്രൂപ്പ് 18 അല്ലെ. ഓപ്ഷൻ എ ഗ്രൂപ്പ് 18 ഇത് അലസവാതകങ്ങൾ. 40ാമത്തെ ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? സംവഹനമാണ് സംവഹനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നതാണ് ഏത്? സംവഹനം. 41, വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതാണ്? വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതാണ്? ഏതാ? തിരുവാതിരയാണ് അല്ലെ. തിരുവാതിരയാണ്. ഓപ്ഷൻ ബി തിരുവാതിര. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് ഏത്? തിരുവാതിര. 42, താഴെ തന്നിരിക്കുന്നതിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? തന്നിരിക്കുന്നതിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാ? ഊഞ്ഞാലിന്റെ ചലനമാണ് അല്ലെ. ഊഞ്ഞാലിന്റെ ചലനം. 43ാമത്തെ ചോദ്യം, വിവിധ ഇനം ദർപ്പണങ്ങളും അവിടെ സവിശേഷതയും തന്നിട്ടുണ്ട്. ഇവയിൽ കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായിട്ട് പരിഗണിക്കുന്നത്, അതായത് കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1, വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. 2, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. 3, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇതിൽ കോൺകേവ് ദർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണ്?
ഏതൊക്കെയാ? ഒന്ന്, വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു, കോൺകേവ്. ശരിയാണോ? ശരിയാണ്. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, തെറ്റാണ്. വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, ശരിയാണ് അല്ലെ. അപ്പോൾ എയും സിയും ആണ് എന്ത്? ശരിയായ പ്രസ്താവന. ഏതിന് ബന്ധപ്പെട്ടിട്ട്? കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കോൺകേവ് ദർപ്പണം ഒരു സമാനമായ പ്രതിബിംബമാണ്, വസ്തുവിന് സമാനമായിട്ടുള്ള ഒരു പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത്. വസ്തുവിനേക്കാൾ എന്തായിരിക്കും? വലിയ പ്രതിബിംബവുമായിരിക്കും ഇവിടെ കോൺകേവ് ദർപ്പണത്തിൽ. 44, ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഏതിൻ്റെതാ? തെങ്ങ അല്ലെ, തെങ്ങിൻ്റെയാണ് ഇത് ചാവക്കാട് ഓറഞ്ച്. 45, ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഡാഷ് ആയിരിക്കും. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്തായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും അല്ലെ. ഓപ്ഷൻ ഡി, ഹരിത സസ്യങ്ങളായിരിക്കും. 46, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ് അല്ലെ. ഓപ്ഷൻ ബി, കാസർഗോഡാണ്. 47, ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഡാഷ്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഡാഷ്. ഏതാ? വിഘാടകരാണ് അല്ലെ. ബാക്ടീരിയക്കാണ് വിഘാടകർ എന്നറിയപ്പെടുന്നത്. എന്താണ്? ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഏത്? വിഘാടകര്. 48ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ നെല്ലിന്റെ ഇനം ഏതാണ്? കിരണുണ്ട്, അന്നപൂർണയുണ്ട്, ഗംഗാബോധമുണ്ട്, ചന്ദ്രലക്ഷയുണ്ട്. ഏതാ? അന്നപൂർണയാണ് അല്ലെ. ഓപ്ഷൻ ബി, അന്നപൂർണ. കിരൺ എന്താ? വെണ്ടയാണ്. ഗംഗാബോധവും ചന്ദ്രലക്ഷ്യം എന്താ? തെങ്ങിന്റെ ഇനങ്ങളാണ് അല്ലെ. ഇനി 49, അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ജോൺ ഡാൾട്ടൺ ആണല്ലേ. ജോൺ ഡാൾട്ടൺ. അറ്റോമിക സിദ്ധാന്തം ആരാ? ജോൺ ഡാൾട്ടൺ ആണ്. 50, ഇരുമ്പിന്റെ അയിരേതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇരുമ്പിന്റെ അയിരേതാണ്? ഏതാ? ഹെമറ്റൈറ്റ് ആണ് കേട്ടോ, ഹെമറ്റൈറ്റ്. 51, ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ്? ഏതാ? അലൂമിനിയമാണ് കേട്ടോ. ഓപ്ഷൻ എ, അലൂമിനിയമാണ്. 52ാമത്തെ ചോദ്യം, ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാ? കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ്. 53, ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാ? ട്രിഷിയമുണ്ട്, പ്രോട്ടിയമുണ്ട്, ഡ്യൂട്ടീരിയമുണ്ട്. അപ്പോൾ ഏതാ അല്ലാത്തത്? ടെലൂറിയമാണ്. 54, വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാ? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാ? ഒറിയോൺ ആണ് കേട്ടോ. ഒറിയോൺ ആണ്. വേട്ടക്കാരൻ ആരാ? ഒറിയോൺ ആണ്. 55, കരക്കാറ്റിനും കടൽക്കാറ്റിനും സമാന കാരണമായ താപസംപ്രേഷണം ഏതാ? കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമാകുന്ന താപസംപ്രേഷണം ഏതാ? സംവഹനമാണ്. ഓപ്ഷൻ ഡി, സംവഹനം. 56, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാ? തന്നിരിക്കുന്നതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാ? കത്രികയാണ്. ഓപ്ഷൻ എ, കത്രികയാണ്. 57, ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്താ? അതാണ് കമ്പനം എന്നറിയപ്പെടുന്നത് അല്ലേ. കമ്പനം. 58, പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം എന്താ? പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം ഏതാ? അപവർത്തനമാണ്. ഓപ്ഷൻ സി, അപവർത്തനം. പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം അപവർത്തനം. 59, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാ? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാ? ബാക്ടീരിയ അല്ലെ. ഓപ്ഷൻ ബി, ബാക്ടീരിയ. 60, ഏത് പോഷകഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗമുണ്ടാകുന്നത്? ഏതിൻ്റെതാ? ജീവകം സി ആണല്ലേ. ജീവകം സിയുടെ അഭാവം മൂലമാണ് ഏത്? സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. 61, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്? സ്റ്റേപ്പിസ് അല്ലെ. മാലിയസിങ്കസ് സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. 62, വായുവിലൂടെ പകരുന്ന രോഗം. തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാ? ഏതാ? ജലദോഷമാണ് അല്ലെ. ജലദോഷം. 63, തന്നിരിക്കുന്നതിൽ സങ്കരീനം പാവൽ ഏതാന്ന് കണ്ടെത്തുക. പാവല് സങ്കരീനം
ഏതാ? പ്രിയങ്കയാണ്. ഓപ്ഷൻ ഡി പ്രിയങ്ക. 64 ശാസ്ത്രീയമായിട്ട് തേനീച്ച വളർത്തുന്ന രീതിയെ പറയുന്നത് എന്താണ്? ശാസ്ത്രീയമായിട്ട് തേനീച്ച വളർത്തുന്ന രീതിയെ പറയുന്ന പേര് എന്താ? എപ്പി കൾച്ചർ ആണല്ലേ. ഓപ്ഷൻ സി എപ്പി കൾച്ചർ. 65ാമത്തെ ചോദ്യം, അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: 1. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. 2. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. 3. മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. 4. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇതിൽ ശരിയായ പ്രസ്താവന, അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ: 1. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. തെറ്റാണ്. ആറ്റത്തെ നിർമ്മിക്കാനോ അതുപോലെ നശിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല. 2. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ശരിയാണ്. 3. മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. സമാനമായിരിക്കും. 4ാമത്തെ പ്രസ്താവന, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതും എന്താണ്? ശരിയായ പ്രസ്താവന. ഇപ്പൊ ഏതൊക്കെയാ ശരിയുള്ളത്? 2, 3, 4 അല്ലേ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2, 3, 4 എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ് കേട്ടോ. ഇനി 66ാമത്തെ ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: ഓപ്ഷൻ എ, പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഓപ്ഷൻ ബി, ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഓപ്ഷൻ സി, പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഓപ്ഷൻ ഡി, ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. ഇതിൽ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാ? പീരീഡിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ? ശരിയായ പ്രസ്താവനയുള്ളൂ. ഗ്രൂപ്പ് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നുള്ളത് തെറ്റാണ്. കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൂടുകയാണ് ചെയ്യുന്നത്. ഇത് പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് മാത്രമേ ശരിയുള്ളൂ. ഓപ്ഷൻ എ മാത്രമേ ശരിയുള്ളൂ. 67ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്സിജനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായിരിക്കും ഓക്സിജനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന? ജലത്തിൽ ലയിക്കുന്നുണ്ട്, അതുപോലെ കത്താൻ സഹായിക്കുന്നു, നിറമില്ല അല്ലേ. കത്താൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ ജലത്തിൽ ലയിക്കുന്നുണ്ട്, നിറവുമില്ല. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. 68 താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാ? ഇനാമലാണല്ലേ. ഇനാമലാണ്. 69 പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായുവിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഉളിപ്പല്ലാണ് ഉള്ളത്? 8 ഉളിപ്പല്ലുകളായിരിക്കും അല്ലെ. 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. 70ാമത്തെ ചോദ്യം, ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യർ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യന്റെ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏതാ? ജീവകം സി ആണ് കേട്ടോ. ജീവകം സി ആണ്. 71 കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താ? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താ? സുകൃതമാണ് അല്ലെ. സുകൃതമാണ്. 72 താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗം ഏതാന്ന് കണ്ടെത്തുക. കൊതുകുകൾ മുഖേന അല്ലാതെ. 1 കുഷ്ഠം, മലമ്പനി, കോളറ, മന്ത്. ഇതിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ
ഏതൊക്കെയാ? കൊതുകുകൾ മുഖേന അല്ലാതെ, ഒന്ന് കുഷ്ഠം കൊതുക് മുഖേനയല്ല അല്ലെ, കൊതുക് മുഖേനയല്ല. അതുപോലെ കോളറ എന്തല്ല, കൊതുക് മുഖേന അല്ല. അപ്പോൾ 1ഉം 3ഉം ആണ് കൊതുക് മുഖേന അല്ലാത്തത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 73 താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? കോഴിക്കോടാണ്. 74 അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്രയാ? 78%. 75 ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ഏതാ? തെങ്ങാണ്. ഓപ്ഷൻ എ തെങ്ങാണ്. 76 താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഏതാ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ, ഹൈഡ്രജൻ പെറോക്സൈഡ്. 77 ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? മാർച്ച് 21 അല്ലേ. 78 ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ആധുനിക ആറ്റം സിദ്ധാന്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആരാ? ജോൺ ഡാൾട്ടൺ ആണല്ലേ. 79 സിങ്കിന്റെ അയിര് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സിങ്കിന്റെ അയിര് ഏതാ? കലാമിനാണ്, കലാമിനാണ്. 80 കാലാവസ്ഥാ ബലൂണുകൾ നിറക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? കാലാവസ്ഥാ ബലൂണുകൾ നിറക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാ? ഹീലിയം ആണല്ലേ. ഓപ്ഷൻ ബി ഹീലിയം. 81 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാ? ഓക്സിജൻ ആണ്. 82 വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാ? സൾഫ്യൂരിക് ആസിഡ്. 83 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഓപ്ഷൻ ഡി കരളാണ്. 84 മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാ? പ്രോട്ടോസോവ. 85 ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാ? പ്രോട്ടീനാണ് അല്ലേ, പ്രോട്ടീനാണ്. 86 ചോദ്യം, നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ നേത്ര ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? ഏതാ? അൾട്രാ വയലറ്റ് ആട്ടോ, അൾട്രാ വയലറ്റ്. UV ആണ്, UV റേസ് ആണ് എന്തിനുപയോഗിക്കുന്നത്? നേത്ര ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 87 ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്താ? പാസ്കൽ നിയമമാണ് അല്ലേ, പാസ്കൽ നിയമം. 88 പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാ? പ്ലാസ്മയാണ്. ഓപ്ഷൻ സി പ്ലാസ്മ. 89 മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാ? കുർക്കുമിനാണ്. ഓപ്ഷൻ ബി കുർക്കുമിന്. 89 മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എന്താണ്? മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാ? 7.4 ആണ് കേട്ടോ, 7.4 ആണ് മനുഷ്യരക്തത്തിന്റെ pH മൂല്യം. 91 ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഏതാണ്? ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏതാ? ഗാൽവനൈസേഷൻ ആണ്, ഗാൽവനൈസേഷൻ. 92 ക്ലാസ് ബി ഫയറുമായി ബന്ധപ്പെട്ട് ഇത് ഡ്രൈവറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് വേണ്ട.
93-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. 1. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. 2. ഒരു വസ്തു ഓക്സിജനുമായിട്ട് സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. 3. ജ്വലനത്തിന്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതിൽ ജ്വലനവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്, ശരിയാണ്. ഒരു വസ്തു ഓക്സിജനുമായിട്ട് സംയോജിച്ചിട്ട് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം, ശരിയാണ്. 3. ജ്വലനത്തിന്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിട്ടാണ്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇതൊക്കെ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. 94-ാമത്തെ ചോദ്യം, കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം അന്തരീക്ഷ വായുവുമായിട്ട് ചേരുമ്പോഴുള്ള മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം അന്തരീക്ഷ വായുവുമായിട്ട് ചേരുമ്പോഴുള്ള മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ഫ്ലാഷ് പോയിന്റ് ആണ് കേട്ടോ. ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. 95, ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് ഡാഷ്. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് ഡാഷ്. വിശിഷ്ട താപധാരിത. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്, അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തെയാണ് എന്തെന്ന് പറയുന്നത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. 96-ാമത്തെ ചോദ്യം, അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാന്ന് കണ്ടെത്താം. കോപ്പർ സൾഫേറ്റ് ആണ്. ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്. 97-ാമത്തെ ചോദ്യം, ഇത് ഫയർമാൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. 99-ാമത്തെ ചോദ്യവും ഫയർമാൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, സയൻസ് ആണ്, പക്ഷേ നമുക്ക് ആവശ്യമില്ല. 99-ഉം സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളെ ഫയർമാൻ്റെത്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. 99 വേണ്ട. 100-ാമത്തെ ചോദ്യം, ആൻറ്റി പെലഗ്ര വൈറ്റമിൻ ഏതാണ്? ആൻറ്റി പെലഗ്ര വൈറ്റമിൻ വൈറ്റമിൻ B3 ആണ് കേട്ടോ. ആൻറ്റി പെലഗ്ര വൈറ്റമിൻ വൈറ്റമിൻ B3 ആണ്. 101, ശ്വാൻ ഏത് സെല്ലുകളുടെ ഭാഗമാണ്? ശ്വാൻ കോശം ഏത് സെല്ലുകളുടെ ഭാഗമാണ്? ന്യൂറോൺ ആണല്ലേ, ന്യൂറോൺ. ഓപ്ഷൻ ന്യൂറോണ്. 102, താഴെ പറയുന്നതിൽ ഏത് രോഗമാണ് അണുവാഹകർ വഴി പകരുന്നത്? താഴെ പറയുന്നതിൽ ഏത് രോഗമാണ് അണുവാഹകർ വഴി പകരുന്നത്? മലേറിയ കേട്ടോ. ഓപ്ഷൻ എ മലേറിയ. 103, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഈഡിസ് ഈജിപ്തി ആണ് കേട്ടോ. ഈഡിസ് ഈജിപ്തി. 104, അതിസൂക്ഷ്മ അരിക്കൽ എന്ന പ്രക്രിയ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് നടക്കുന്നത്? അതിസൂക്ഷ്മ അരിക്കൽ എന്ന പ്രക്രിയ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് നടക്കുന്നത്? വൃക്കയിലാണ്. ഓപ്ഷൻ സി വൃക്കയിലാണ്. 105, ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? തയാമിനാണ്. ഓപ്ഷൻ ബി തയാമിന്. 106, ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ട് ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥക്ക് പറയുന്നത് ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടിയിട്ട് ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥക്ക് പറയുന്നത് അതിറോസ്ക്ലീറോസിസ് ആണ് കേട്ടോ. അതിറോസ്ക്ലീറോസിസ്. 107, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻറ്റിലയാണ്. ക്യാൻറ്റിലയാണ്. 108, താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? ഭാരമാണ് കേട്ടോ. ഭാരമാണ്. 109,
തെർമോമീറ്ററിന്റെ കാലിഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ് താഴെ പറയുന്നതിൽ ഏതാണ്? തെർമോമീറ്ററിന്റെ കാലിഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ് ഏതാണ്? ഏതാ? 273.16 കെൽവിനാണ് കേട്ടോ. 273.16 കെൽവിനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 110ാമത്തെ ചോദ്യം, അലൂമിനിയം ലോഹം നീരാവിയായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയം ലോഹം നീരാവിയുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയവും ഹൈഡ്രജനുമാണ്. 111 നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം എന്താണ്? നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം എന്താ? ഓപ്ഷൻ എ ഇടപെടലാണ് കേട്ടോ. ഇടപെടൽ. 112 താഴെ പറയുന്നതിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിന്റെ നിയമം അനുസരിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിന്റെ നിയമം അനുസരിക്കുന്നത്? ഏതാ? താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയുമാണ് കേട്ടോ. താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. 113 താഴെ പറയുന്ന സ്പീഷീസിൽ ഏതാണ് ലൂയിസ് ആസിഡായിട്ട് പ്രവർത്തിക്കുന്നത്? താഴെ പറയുന്ന സ്പീഷീസിൽ ഏതാണ് ലൂയിസ് ആസിഡായിട്ട് പ്രവർത്തിക്കുന്നത്? ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 114 ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? എവിടെയാ? അണ്ഡവാഹിനി കുഴലുകളിലാണ്. 115 മീനമാത രോഗം എന്നത് ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഏതിൻ്റെതാ? ലെഡ് അല്ലേ? ഹൈഡ്രാർജിയം എന്ന് പറയില്ലേ? ഓപ്ഷൻ സി ആണ്. HG മലിനീകരണം അല്ലെങ്കിൽ ഹൈഡ്രാർജിയമാണ്, ലെഡാണ്. 116 മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വിളർച്ച, തൈറോയ്ഡ്, ക്വാഷിയോർക്കർ ഇവയെല്ലാം ഏതാ? ക്വാഷിയോർക്കർ ആണല്ലേ. മാംസ്യത്തിന്റെ കുറവ് മൂലം ഏതാ? ക്വാഷിയോർക്കർ. 117 വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? ഏതിനാ? ടൈഫോയിഡിനാണ്. ഓപ്ഷൻ ബി ടൈഫോയിഡ്. 118 വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ. 119 നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? മത്സ്യബന്ധനമാണ്. 120 ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? കൊബാൾട്ട് ആണ്. ഓപ്ഷൻ സി കൊബാൾട്ട്. 121 ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ഫലമായിട്ടുണ്ടാകുന്ന രോഗം നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ഏതാ? അതിറോസ്ക്ലീറോസിസ് ആണ് അല്ലേ. 122 മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാണ്? മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്ന് ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാ? ക്ലോമപിതാനമാണ്. ഓപ്ഷൻ എ ക്ലോമപിതാനം. 122 വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് എന്താണ്? വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുന്നതാണെങ്കിൽ താഴെ പറയുന്നതിൽ മാറ്റമില്ലാതെ തുടരുന്നത് എന്താണ്? എന്താ? ആവൃത്തിയാണ്. ഓപ്ഷൻ ഡി ആവൃത്തി. 124 ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം F ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയായിരിക്കും? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം F ആണെങ്കിൽ ആ വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ എ 0 ആയിരിക്കും. 125ാമത്തെ ചോദ്യം, പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3x10 m/s ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് മാറ്റിയാലാണ് പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്താൻ കഴിയുന്നത്? പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3x10 m/s ആണ്. താഴെ പറയുന്നതിൽ ഏത് മാറ്റിയാലായിരിക്കും പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്താൻ സാധിക്കുക?
മാറ്റം വരുത്താൻ സാധിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇവയിൽ ഒന്നുമല്ല. 126 ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ കണികാ സ്വഭാവം കൂടുതലാണ്, ഓപ്ഷൻ ബി തുല്യ കണികാ സ്വഭാവം തരംഗ സ്വഭാവം, ഓപ്ഷൻ ഡി തരംഗ സ്വഭാവം കൂടുതലാണ്, ഓപ്ഷൻ സി ഇവയൊന്നുമല്ല. എന്താ? തുല്യ കണികാ സ്വഭാവം അതുപോലെ തരംഗ സ്വഭാവമാണ് ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. 127 ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാ? HCl ആട്ടോ. HCl ആണ്. ഓപ്ഷൻ സി HCl. 128 ചോദ്യം അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? ഏതാ? എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ഓപ്ഷൻ എ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. 129 ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പറാണ് 100? 100ാമത്തെ മൂലകം ഏതാ? ഫെർമിയമാണ് അല്ലെ. ഫെർമിയമാണ്. ഓപ്ഷൻ സി ആണ് ഫെർമിയം. 130 ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാ? വിസരണമാണ് അല്ലെ. ഓപ്ഷൻ എ വിസരണമാണ്. 131 മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1 പേശി പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ശരീര തുലന നില പാലിക്കുന്നു. 2 ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. 3 ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിൽ സെറിബ്രത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1 പേശി പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ശരീരത്തുലന പാലിക്കുന്നു. ശരിയാണോ? തെറ്റാണല്ലേ. സെറിബെല്ലമാണത്. ചിന്താ ബുദ്ധി ഭാവന ഓർമ്മ ശരിയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്? സെറിബ്രമാണ്. അപ്പോൾ ഏതൊക്കെയേ ശരിയുള്ളൂ? 2ഉം 3ഉം മാത്രമേ ശരിയുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 132ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹരിതഗ്രഹവാതകം ഏതാണ്? ഹരിതഗ്രഹവാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 133 മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് ഏതിനെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ അല്ലെ. തലച്ചോറിനെയാണ്. 134 സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണമാണ്. 135 ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ ക്യൂബാണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 136 മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താ? വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 137 സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാ? സൾഫറാണ് കേട്ടോ. സൾഫറാണ്. 138 ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തം നഷ്ടപ്പെടുന്ന രോഗം ഏതാണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന രോഗം ഏതാ? ഹീമോഫീലിയ. ഓപ്ഷൻ എ ഹീമോഫീലിയ. 139ാമത്തെ ചോദ്യം രക്തദാനവുമായി ബന്ധപ്പെട്ടിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ. 1 മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം. 2 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. 3 ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് രക്തദാനം ചെയ്യരുത്. ഇതിൽ നിന്ന് രക്തദാനവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാ ശരിയായ പ്രസ്താവന? 1 മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം. തെറ്റാണല്ലേ. 3 മാസത്തിലൊരിക്കൽ മാത്രമേ രക്തദാനം ചെയ്യാൻ പാടുള്ളൂ. 18നും 60നും ഇടയിലുള്ള ആളുകൾക്ക് രക്തദാനം ചെയ്യാം. ശരിയാണ്. ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തദാനം ചെയ്യരുത്. ഏതൊക്കെയാ ശരി? 2ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവന. 140ാമത്തെ ചോദ്യം ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. HCl ആണ്. 141 ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്?
ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്? ഏതിൻ്റെയാ? വൈറ്റമിൻ എ ആണ്. 142ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് ആണ്. ഓപ്ഷൻ ബി, എയ്ഡ്സിന് കാരണം സൂക്ഷ്മജീവി വൈറസ് ആണ്. ഓപ്ഷൻ സി, എയ്ഡ്സിന് കാരണം സൂക്ഷ്മജീവി ആൽഗകളാണ്. ഓപ്ഷൻ ഡി, എയ്ഡ്സിന് കാരണം ബാക്ടീരിയകളാണ്. ഇതിലേതാ ശരിയായ പ്രസ്താവന? എയ്ഡ്സിന് കാരണം എന്താ? വൈറസുകളാണ് അല്ലേ, HIV ആണല്ലേ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഓപ്ഷൻ ബി ആണ് അപ്പോൾ ആൻസർ വരിക. 143, ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? ഏതാ? ഇൻസുലിൻ ആണല്ലേ, ഇൻസുലിൻ ആണ്. 144, ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മുണ്ടി നീര് OPV, ക്ഷയം BCG, പോളിയോമെലിറ്റസ് MMR, മഞ്ഞപ്പിത്തം TT. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഏതാ? ക്ഷയം BCG എന്നുള്ളത് മാത്രമേ ശരിയുള്ളൂ അല്ലേ. 145ാമത്തെ ചോദ്യം, COVID-19 കാരണമാകുന്ന രോഗാണുക്കൾ ഏത് വർഗത്തിലാണ് ഉൾപ്പെടുന്നത്? COVID-19 വൈറസ് ആണല്ലേ, വൈറസ് ആണ്, നമുക്കറിയാം വൈറസ് ആണ്. 146, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ? ഏതുമായി ബന്ധപ്പെട്ടതാ റെഡ് റിബൺ? എയ്ഡ്സ് ആണല്ലേ, എയ്ഡ്സ് ആണ്. 147, എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാ? എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാ? O ഗ്രൂപ്പ് ആണല്ലേ, O ഗ്രൂപ്പ്. 148, ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് കേട്ടോ, ഇലക്ട്രോകാർഡിയോഗ്രാം. ഇത് ഗ്രാമ എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക, കാരണം ലാസ്റ്റ് കഴിഞ്ഞൊരു എക്സാമിന് ECGയുടെ എക്സ്പാൻഷൻ ചോദിച്ചായിരുന്നു. അതിൽ ഗ്രാഫും ഉണ്ടായിരുന്നു ഗ്രാമും ഉണ്ടായിരുന്നു. PSC ആൻസർ കൊടുത്തത് ഗ്രാമാണ് കേട്ടോ. 149, ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അല്ലേ, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഏതാ വർഷം? 1928 അല്ലേ. 150ാമത്തെ ചോദ്യം, സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിന്റെ ഘടകമൂലകം ഇവയിൽ ഏതാണ്? ഫ്യൂസിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസ് വയറുണ്ടാക്കുന്ന ലോഹസങ്കരത്തിന്റെ ഘടകമൂലകം ഏതാണ്? ഏതാ? ടിന്നും ലെഡ് എന്ന് പറയുമ്പോൾ ടിന്നാണ് അല്ലേ, ടിന്നായിരിക്കും. ഇനി 151ാമത്തെ ചോദ്യം, തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഇവയിൽ ഏതാണ്? തന്നിരിക്കുന്നതിൽ തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? ഏതാ? ചുവപ്പാണ് അല്ലേ, ചുവപ്പിനാണ്. 152, കാറ്റിന്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ട് ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ട് ഇവയിൽ ഏത് ഉപകരണം ഉപയോഗിക്കുന്നത്? ഏതാ? അനിമോമീറ്റർ ആണല്ലേ, അനിമോമീറ്റർ. 153, വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതാരാണ്? വൈദ്യുത കാന്തിക പ്രേരണ തത്വം കണ്ടുപിടിച്ചത് ആരാ? മൈക്കിൾ ഫാരഡേ ആണ്. 154, സൗരയുധത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? സൗരയുധത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാ? ശുക്രനാണ്. 155, ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്ന അടിസ്ഥാന തത്വം എന്താ? പാസ്കൽ നിയമം അല്ലെ, പാസ്കൽ നിയമമാണ്. ഇനി 156ാമത്തെ ചോദ്യം, ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? കെപ്ലർ ആണ് അല്ലേ, കെപ്ലർ ആണ്. 157, താഴെ കൊടുത്തിരിക്കുന്നതിൽ സദിശ അളവ് ഏതാണ്? സദിശ അളവിന് ഉദാഹരണം കണ്ടെത്താം. ആക്കം, പ്രവൃത്തി, ഊർജം, പവർ. ഇതിലേതാ സദിശ അളവിന് ഉദാഹരണം? ആക്കമാണ് അല്ലെ, ആക്കമാണ്. ഓപ്ഷൻ എ ആക്കമാണ്. 158, രണ്ട് ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവയുടെ ഡാഷ് തുല്യമായിരിക്കും. രണ്ട് ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവയുടെ ഡാഷ് തുല്യമായിരിക്കും. എന്തായിരിക്കും തുല്യമാകുന്നത്? വ്യാപ്തം അല്ലേ, ഓപ്ഷൻ ബി വ്യാപ്തം തുല്യമായിരിക്കും. 159ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാണ്? സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാ? ഓപ്ഷൻ എ സിഡറൈറ്റ് ആണല്ലേ. സിഡറൈറ്റ് എന്തിൻ്റെയാ? നമ്മുടെ ഇരുമ്പിൻ്റെതാണ് ഇത് സിഡറൈറ്റ് എന്ന് പറയുന്നത്. 160ാമത്തെ ചോദ്യം, ലിൻഡെയിൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ലിൻഡെയിൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു
ഏതാ? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ആണ് കേട്ടോ. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഓപ്ഷൻ എ ആണ് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്.